നമസ്കാരം. ചായക്കുട്ടിലേക്ക് സ്വാഗതം. യാത്രകൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ആനന്ദമാണ്. യാത്രകളിലൂടെ അവനവനെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലം വിശാലമാകുമ്പോൾ, അനുഭവമണ്ഡലം വിശാലമാകുമ്പോൾ അത് തരുന്ന അറിവ് വളരെ വലുതാണ്. യാത്രയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ, യാത്രാ ലേഖനങ്ങളിലൂടെ സുപ്രസിദ്ധയായ ശ്രീമതി വത്സല മോഹനാണ് ഇന്ന് നമ്മോടൊപ്പം ചായക്കുട്ടിൽ അതിഥിയായിട്ടുള്ളത്. സ്നേഹപൂർവ്വം ചായക്കുട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. വത്സല ചേച്ചി അഭിമുഖം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയാ, എനിക്ക് വ്യക്തിപരമായ ഒരു സ്വകാര്യ സന്തോഷം കൂടിയുണ്ട്. പലപ്പോഴും യാത്രയുടെ ഒരു ആസ്വാദനം, ആനന്ദം, ഇതൊക്കെ നമുക്ക് പലപ്പോഴും സ്ത്രീകൾക്ക് അത് പറ്റുമോ, ഞങ്ങൾക്കത് സാധിക്കുമോ എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളത്. അങ്ങനെയുള്ള അവസരത്തിലാണ് യാത്രകൾ മാത്രമല്ല, പ്രൗഢമായിട്ടുള്ള ഒരു 7ഓളം പുസ്തകങ്ങളും യാത്രയെ ഞങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്ന പുസ്തകങ്ങൾ. അങ്ങനെയും കൂടി വത്സല ചേച്ചിയുടെ ഒരു സാന്നിധ്യം ഞങ്ങള് സാഹിത്യ ലോകത്തും യാത്രികരും യാത്രയെ ഇഷ്ടപ്പെടുന്നവരും തിരിച്ചറിയുന്നത്. ഒരു സാഹിത്യ പ്രവർത്തനത്തിലൂടെയാണ് വാസ്തവത്തില് യാത്രാ എഴുത്തിലേക്ക്, ട്രാവലോഗിലേക്ക് വരുന്നത് അല്ലെ? എങ്ങനെ ഒരു എഴുത്തിന്റെ വഴിയിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എഴുത്തിന്റെ വഴിയിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ എഴുതുണ്ടായിരുന്നു. അങ്ങനെ എന്റെ സാറന്മാരാണ് എഴുതാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഷോർട്ട് സ്റ്റോറി മാത്രമാണ് എഴുതിയിരുന്നത്. അത് എന്റെ അനുഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് എപ്പോഴും എഴുതാറുള്ളത്. പിന്നെ യാത്ര തുടങ്ങിയത് ഒരു 16 വർഷത്തോളമായിട്ടുള്ളൂ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനുശേഷമാണ് ഈ യാത്രാ വിവരണങ്ങളും ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും എഴുതാൻ തുടങ്ങിയത്. ചെറുപ്പം തൊട്ടേ എഴുതാൻ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നണ ഞാൻ വളർന്നു വന്നതൊക്കെ കോട്ടക്കിലാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ കലാസാംസ്കാരിക രംഗങ്ങളുടെ ഒരു കേളിരംഗം തന്നെ പറയാം കോട്ടക്കിൽ. അന്ന് ഞാൻ വത്സല പാണ്ഡമംഗലം എന്നുള്ള പേരിലായിരുന്നു. കുടുംബ പേരാണ്? അല്ല, ഞങ്ങളെ സ്ഥലത്തിന്റെ പേരാണ്. പാണ്ഡമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രം, തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ കിഴക്കേ സാമൂതിരി രാജാവിന്റെ കിഴക്കേ കോവിലകത്തെ വെങ്കട്ടദേവർ ക്ഷേത്രം, അങ്ങനെ അവിടെ ക്ഷേത്രങ്ങളുടെ ഒരു തട്ടകത്തെ വളർന്നുകൊണ്ട് ആ ഒരു രീതിയിൽ പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ മണിമാധവ ചാക്യാർ, അങ്ങനെ പല പല മഹാരഥന്മാരുടെ കഥകളും ഇതെല്ലാം കേൾക്കാൻ സാധിച്ചു. ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഈ എഴുത്ത് എന്നിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവത്തിലൊരു യാത്രാ എഴുത്തിലേക്ക് പിന്നീടാണ് വരുന്നത് അല്ലെ? എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്, യാത്ര ചെയ്യുമ്പോൾ നമ്മള് സ്ത്രീയോ പുരുഷനോ അല്ല, വ്യക്തി മാത്രമാണ്. പക്ഷേ സ്ത്രീ യാത്രിക എന്നുള്ളത് ഒരു സ്ത്രീയുടെ അനുഭവ ലോകം, സ്ത്രീ ലോകത്തെ കാണുന്നത് ഒക്കെ വളരെ വ്യത്യസ്തമായ തന്നെയാണ്. എങ്ങനെയാണ് ഒരു സ്ത്രീ യാത്രിക എന്നുള്ള നിലയിലുള്ള ഒരു അനുഭവം എന്തായിരുന്നു? സ്ത്രീ യാത്രിക കാഴ്ച രണ്ടുപേരും ഇപ്പൊ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. നമ്മളിപ്പോ ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പുരുഷന്മാര് കാണുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ലോക്കലായിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അവരോട് സംവദിക്കുമ്പോൾ അവരുടെ കുടുംബകാര്യങ്ങളെ, അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കും. അപ്പൊ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, വളരെ ഹിമാലയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതി, നമ്മളുടെ ആവശ്യങ്ങളെ പോലുള്ള വലിയ ആവശ്യങ്ങളൊന്നും പരിമിതമായ സൗകര്യങ്ങളിൽ അവരെത്ര സന്തോഷത്തോടു കൂടിയാ ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അവരുടെ സ്ത്രീകളുടെ ഒരു കാഴ്ച കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അവര് കുറേം കൂടി വലിയ ഇതിലാണ്, കാഴ്ചപ്പാടിലാണ്. പ്രത്യേകിച്ച് ഇവരെ ഗാർഹികമായിട്ടുള്ള ജീവിത രീതിയും കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പുരുഷന്മാരെക്കാൾ കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു സൂക്ഷ്മമായ ദർശനം നമ്മൾ കൂടുതൽ നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലും സ്ഥലം കാണുക, കൂടുതൽ അനുഭവിക്കുക എന്നതിനപ്പുറത്ത് അവിടുത്തെ ഒരു ജനജീവിതത്തെ കൂടെ നമ്മൾ നേരിട്ട് അറിയുന്നുണ്ട്. കൂടുതലായും ഹിമാലയ ട്രെക്കിംഗ് നടത്തിയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെ, അങ്ങനെ ഒരു ബഹുമതിയും കൂടി. ഈ ട്രെക്കിംഗ് നടത്തുമ്പോ അവരുടെ ജനജീവിതങ്ങളൊക്കെ കാണുമ്പോൾ എന്താ അവിടുത്തെ ഒരു, നമ്മളിപ്പോ യാത്രികരെ എഴുതി വെച്ചിട്ടുള്ള കുറെ അനുഭവങ്ങളെ ഉള്ളൂ. പലപ്പോഴും ഹിമാലയങ്ങളിലേക്ക് പലപ്പോഴും യാത്രികർ പോവാറില്ല. അങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട യാത്രകളിൽ അവിടുത്തെ ശരിയായ നേർക്കാഴ്ച, ജീവിതങ്ങളുടെ നേർക്കാഴ്ച, ശരിയായ നേർക്കാഴ്ച എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഉദാഹരണം, നമ്മളിപ്പോ ഈ പഞ്ചകേദാർ യാത്ര നടത്തുമ്പോൾ നമ്മൾ ഒരു 20-23 കിലോമീറ്റർ ഒക്കെയാണ് ട്രക്കിംഗ് ചെയ്യുന്നത്. അത് ശരിയായ ഒരു വഴിയിൽ കൂടെയല്ല നമ്മൾ പോകുന്നത്. അപ്പൊ ചെറിയ ചെറിയ ഉത്തരാഖണ്ഡിലെ ചെറിയ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ 4-5 വീടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് ഒരു ഗ്രാമം. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അവര് നമ്മളെ സ്വീകരിക്കുന്നത് അത്യാവശ്യം അവരുടെ പരിമിതമായ സ്ഥലത്തു നിന്ന് എടുത്തിട്ടുള്ള പച്ചക്കറികൾ എന്തെങ്കിലും വെച്ച്, കാരണം അവർക്ക് നമ്മൾ ചെല്ലുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി തരും. അത് വളരെ എന്ത് സ്നേഹത്തോടെ അവര് നമ്മളെ അതിഥികളെ ഒരു ദൈവത്തെ പോലെയാണ് അവർ കരുതുന്നത്.
അങ്ങനെ അപ്പൊ അവരവിടെ അവരെ കൃഷി ചെയ്യുന്ന രീതികളും പ്രത്യേകമായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല, ആ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് വളരെയധികം സന്തോഷത്തോടെ പെട്ടെന്നാണ് അവർ നമ്മൾക്ക് തയ്യാറാക്കി തരുന്നത്. അപ്പോൾ നമ്മളെ ഈ ഇവിടെ കാണുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പരിഷ്കാരം ഒന്നുമില്ലാതെ അവരുടെ ആ സാധാരണ വസ്ത്രാധാരണ രീതിയും അവരുടേതായ ആ ഒരു ചുറ്റുപാട് വളരെ വ്യത്യസ്തമാണ്. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര പറയുമ്പോൾ അവർ വീണ്ടും വരണേ എന്നാണ് നമ്മളോട് പറയുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ വല്ലതും ചെല്ലും, അവരങ്ങനെ ഒരു വിലപേശി ഒരു വെറും പൈസ കിട്ടണം അല്ലെങ്കിൽ ധനസമ്പാദനം മാത്രമല്ല അവരുടെ ഉദ്ദേശം. നമ്മൾ ചെല്ലുന്ന അതിഥികൾ അവർക്കൊരു ദൈവത്തെ പോലെയാണ് അവരെ. അത് ഉത്തരാഖണ്ഡിലെ ഈ പഹാഡികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നഗരത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കൊക്കെ നഗര കാഴ്ചകൾക്കപ്പുറത്ത് ഒരു യാതൊരു ആധുനിക സൗകര്യവും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ജീവിക്കുന്നു. അവിടുത്തെ ഒരു സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച്, സ്ത്രീകളുടെ ഒരു ചിന്താ നിലവാരത്തെ കുറിച്ച് ഒക്കെ ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതുണ്ട്. ഞങ്ങള് മധ്യമഹേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ നടന്നിട്ടാണ് കുട്ടികൾ ഒരു സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ അത് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളുണ്ടോ അവിടെ? ഉണ്ട്. ഇപ്പൊ ഒരുപാട് മാറി വന്നിട്ടുണ്ട്. ചെറിയ സ്കൂളുകൾ ഇപ്പൊ അവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ ഇവിടുത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നേരെ കയറിയിരിക്കുക, പോവുക, ഇറങ്ങാല്ലേ. ഇത് 7 കിലോമീറ്റർ 6 കിലോമീറ്റർ യൂണിഫോം ധരിച്ചു വരുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. ഈ അവിടെ അന്ന് ഞങ്ങൾ പോയ സമയത്ത് മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടായപ്പോ ഒരു 2 ആഴ്ചയോളം അവർക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അത് ഈ കുട്ടികളെ ചിലരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ ട്രക്കിങ്ങിന്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള സഹായികളാണ് അവരോട് പറഞ്ഞ ഇങ്ങനെ ഇല്ല എന്നുള്ള വിവരം. എന്നാലും ഞങ്ങൾ അതുവരെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടെയാണെങ്കിൽ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഉടനെ അവർ തിരിഞ്ഞു നടക്കും. ഈ കുട്ടികൾ അത് ചെയ്തില്ല. ഞാനത് പ്രത്യേകം നോട്ട് ചെയ്തു. അതുപോലെ അവരോടെ ഒന്ന് വിഷ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ കാളിമഡ് എന്ന് പറഞ്ഞിട്ട് ഉക്കിമഡ് കാളിശീല കാളിമഡ് എന്ന് പറഞ്ഞ വലിയ പ്രസിദ്ധമായ കാളിദാസന്റെ ജന്മസ്ഥലമാണത്. അവിടെ ചെന്ന സമയത്ത് അവിടെ ഈ സംസ്കൃത പാഠശാല നടത്തുന്നുണ്ട്. അത് ഈ കാളിമഡിന്റെ കീഴിലുള്ള വളരെ LP സ്കൂൾ പോലെയുള്ള ചെറിയൊരു വളരെ വിജനമായ കാളി നദിക്കരയിലുള്ള ചെന്നെത്താൻ പ്രയാസമുള്ള സ്ഥലത്താണ് ഈ വിദ്യാപീഠം നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ ഇത് ആചാര്യനായി സംസാരിച്ചപ്പോ ആചാര്യൻ പറഞ്ഞത്, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ ഉള്ള ഒരു ചെറിയ സ്കൂൾ കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അവരുടെയൊക്കെ പ്രധാന ഉദ്ദേശം ഡൽഹിയിലോ നോർത്ത് ഇന്ത്യയിലോ വന്ന് അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. പുറത്തു പോയി പഠിക്കുക, പുറത്തു പോയി ജോലി ചെയ്യുക, അങ്ങനെ ഒരു തലത്തിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പൊ എന്റെ പുതിയ യാത്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആ ഒരു വ്യത്യാസം അവരെല്ലാം കണ്ടുവരുന്നുണ്ട്. ചില ഒരു പരിഷ്കാരങ്ങളോടുള്ള ഭ്രമം. പിന്നെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇടയിൽ ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ കടകളിലൊക്കെ കിട്ടുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ കൊക്കക്കോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ മാറി വന്നു. പണ്ട് അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഇപ്പോ എനിക്ക് തോന്നുന്നു പുരോഗതിയിലേക്ക് ഇങ്ങനെ ഇതാണ് എന്നുള്ള ഒരു ചിന്ത അവരിലും കുറച്ചൊക്കെ ഉരുത്തിരിയുന്നുണ്ട്. ലോകത്തുണ്ടാവുന്ന ഇപ്പൊ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങള്, ലോക ജീവിതത്തിന്റെ അതൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. എന്തെങ്കിലും മാർഗങ്ങളുണ്ട്? ഇല്ല, അവരധികം തിരിച്ചറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഡിഷാന്റിന അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കൽപ്പേശ്വർ പോകുമ്പോ ഒരു ഉർഗം താഴ്വാരം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ കൊച്ചു കൊച്ചു വീടുകളുടെ മുകളിലും നമുക്ക് ഇത് കാണാം. കുറെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ ഒരുപാട് താഴ്വാര ഗ്രാമങ്ങള് ആ വ്യത്യാസം നമ്മൾ പോകുമ്പോൾ അറിയുന്നുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് പ്രകൃതിയോട് വല്ലാതെ ചിലപ്പോൾ മല്ലടിച്ചൊക്കെ ജീവിക്കേണ്ട അവസ്ഥ ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ചലഞ്ചസ് കുറെ ഉണ്ട് ഇവർക്ക്. ഈ സ്ത്രീകൾ പൊതുവെ വളരെ അധ്വാനശീലരാണ് അവിടെ. അതെ, അത് കൂടുതലും സ്ത്രീകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ട്രക്കിംഗ് സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു പ്രത്യേക കൊട്ടയിൽ നിറയെ അവരെക്കാൾ ഉയരത്തിലുള്ള പുല്ലും കെട്ട് വെച്ചിട്ട് അവര് ഇത്രയും നമ്മൾ ട്രക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ ഈ കയറുന്നത്. ഈ മുതുകിൽ ഈ ഭാരം വെച്ച് അവർ കുനിഞ്ഞ് നടന്നു പോകുന്ന കാഴ്ച കാണാറ്. പിന്നെ ആ വീട്ടിൽ ചെന്നാലും ആഹാരം ഉണ്ടാക്കുന്നതും എല്ലാം ഇവര് തന്നെയാണ്. പുരുഷന്മാര് വളരെ പലപ്പോഴും അവിടെ ഇരുന്ന് ചിലപ്പോൾ അവർക്ക് പുകവലിയാണ് അവിടെ വലിയ. അത് ഉത്തരാഖണ്ഡിലുള്ള എനിക്ക് തോന്നുന്നു പുരുഷന്മാരല്ല സ്ത്രീകളും പുകവലിക്കുന്നവരുണ്ട് കേട്ടോ ഉത്തരാഖണ്ഡില്. അപ്പോ അവര് കൂടുതലും അവിടെ
ദേഹാധ്വാനം ചെയ്യുന്നത് സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് അതിനൊരു പരാതിയോ അത് ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട്, അത് അവരുടെ ഒരു അവകാശമാണ് എന്നുള്ള ഒരു നിലയിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു മേൽക്കോയ്മ അവർക്കുണ്ട് കേട്ടോ. അതും സ്ത്രീകൾക്ക് മേൽക്കോയ്മ തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവര് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരു എല്ലാ കാര്യത്തിനും അവരാണ് തീരുമാനം എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അവര് ഇപ്പൊ ഒരു പ്രത്യേകിച്ച് അവിടെ ഇപ്പൊ ഉത്തരകാശിയിലെ വെള്ളപ്പൊക്കം മേഘവിസ്ഫോടനമൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട്. 2012 അത് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. ആ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ കേദാറിലൊക്കെ വളരെയധികം സംഭവിച്ചു. പക്ഷെ ഇവര് അവിടെ നമ്മൾ കൊണ്ടു ചെന്നിട്ടുള്ള ഈ വികസനം ഉണ്ടല്ലോ, കടകളും അതും ഇതെല്ലാം പുറത്തു നിന്നുള്ളവരെയാണ്. ഈ തദ്ദേശവാസികളായ പഹാഡികൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഗഡ്വാളികൾക്കോ അതിൽ പങ്ക് കുറവാണ്. പുറത്തു നിന്ന് അവിടെ ചെന്ന് ബിസിനസ് നടത്തിയവർക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും അവരറിയാം. പിന്നെ ഇപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിദ്യാഭ്യാസത്തിന്റെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ചെന്ന് അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കണ്ട് അങ്ങനെ ആകർഷകരായിട്ടുള്ള കുറച്ചു പേരെ അതിൽ വരുന്നുള്ളൂ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പഹാഡികളും അവരുടേതായ ജീവിത രീതിയിൽ ഒതുങ്ങി നിന്ന് പുറത്ത് ഇങ്ങനെ താഴേക്ക് വരാൻ ഇഷ്ടപ്പെടാതെ ഇപ്പൊ രാജ്മ പോലുള്ള നല്ല നല്ല ഒരുപാട് കൃഷികളുണ്ട് അവിടെ. അതെല്ലാം ചെയ്ത് അവര് അത്യാവശ്യ സാധനങ്ങളെല്ലാം താഴേക്ക് ഒന്നുമല്ല വളരെ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചെറിയ സോളാർ ലാമ്പുകളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ പ്രതലം വിട്ട് താഴേക്ക് ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊക്കക്കോളയുടെ കടന്നുവരവും അങ്ങനെയുള്ള ആധുനിക പലതും ഒരു തരത്തിൽ ഒരു വിദേശ അധിനിവേശത്തിന്റെ കൂടി കാഴ്ചകളാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവിടുത്തെ ഗ്രാമീണവാസികളെ ഒരു എന്തെങ്കിലും ചൂഷണം അവരുടെ ഒരു സ്വസ്ഥമായ ജീവിതത്തിന് ഹിമാലയത്തിലെ ആ ഭാഗങ്ങളിലൊക്കെയുള്ള നടക്കുന്നതായിട്ട് എന്തെങ്കിലും അങ്ങനെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അവരിപ്പോ സാംസ്കാരികമായിട്ടുള്ള ഒരു ചൂഷണം തന്നെയല്ലേ ഇത്. അവരുടെ തനതായ ആ ജീവിത രീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലേക്ക് അവരെ ആകർഷിക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ചൂഷണം ചെയ്യുന്ന നമ്മളെ നാട്ടിൽ നടക്കുന്ന പോലത്തെ ചൂഷണങ്ങളൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചൂഷണം ചെയ്യുന്നവരും അവിടെ ഇവിടുന്ന് ചെന്നവരാണ്. ചൂഷണം മുതലെടുക്കുന്നതും അവിടെ എത്തിപ്പെട്ടിട്ടുള്ള പരദേശികൾ എന്ന് പറയുന്ന പോലെ അവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചോദിക്കാൻ കാരണം അവിടുത്തെ ഒരു ജനജീവിതങ്ങളുടെ സംശുദ്ധി നിർത്തേണ്ടത് അത് ആവശ്യവുമാണ്. അത് അവർക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മള് അത്യുന്നതങ്ങളിൽ ശൃംഗങ്ങളിലുള്ള ഈ ജല സ്രോതസ്സുകൾ, ചെറിയ ചെറിയ തടാകങ്ങൾ, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെ ഇപ്പൊ തടാകത്തിൽ ഇറങ്ങി കുളിക്കുകയാണെങ്കിൽ നേരിട്ട് ഇറങ്ങുകയാണ്. ഒരിക്കലും ഈ ഉത്തരാഖണ്ഡിലുള്ള തദ്ദേശവാസികള് ആ ജലം മലിനമാക്കില്ല. അവര് കുളിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തുകൊണ്ടുവന്ന് ഇരുന്ന് കുറെ മാറിപ്പോയിട്ടാണ് കുളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരത് അത്രയും അതൊക്കെ ഒരു ദൈവികമായ പരിവേഷം നൽകിയിട്ടാണ് അവർ ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇവരെന്നെ പറയുന്നുണ്ട്, ഈ ടൂറിസ്റ്റുകൾ കൂടുന്തോറും ഇങ്ങനെ ചെന്ന് നശിപ്പിച്ച് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങുക, അവിടെ ടെന്റ് കെട്ടുക, അങ്ങനെ ഒരുപാട് പൊല്യൂഷൻ എല്ലാം വരുന്നുണ്ട് അവിടെ. ഞാൻ ഈ മേഘവിസ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച് സ്ത്രീകളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് അതെല്ലാം നശിപ്പിച്ചിട്ട് ദൈവ കോപം കൊണ്ട് ഉണ്ടാകുന്നതാണ് അവരുടെ വിശ്വാസം. അതാണ്, അല്ലാതെ ഇതൊന്നും മനുഷ്യൻ വരുത്തുന്നതല്ല. ഈ മനുഷ്യന്റെ ഈ ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്തതിന്റെ ഒരു തിരിച്ചടിയായിട്ട് ദൈവം നൽകുന്ന ശിക്ഷ ആണ് ഇതെന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, നമ്മുടെ ഹിമഗിരി വിഹാരത്തിലെ തപോവനത്തിൽ പറയുന്നുണ്ട്, കൽമാരി വർഷിക്കുക എന്നാണ് അദ്ദേഹം അതില് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ കൽമാരി എന്ന് പറയുന്ന ഈ മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ മഴയുണ്ടല്ലോ, അതൊരു കൽമാരി തന്നെയാണ്. അത് അസഹനീയമാണ്. അത് നേരിട്ട് കണ്ടതാണ് ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് രുദ്രനാഥ് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഉക്കിമണ്ഡില് ക്യാമ്പ് ചെയ്യായിരുന്നു. ക്യാമ്പ് ചെയ്തിട്ട് അതിന്റെ തലേ ദിവസം ഞങ്ങള് കാളിശില കാളിമഡ് എല്ലാം പോയി വന്നിട്ട് അവിടെ ഒരു ചെക്ക് ഡാം പണി നടക്കുകയാണ്. ഈ കാളി റിവറുണ്ട്. കാളി റിവർ എന്ന് പറഞ്ഞാൽ വളരെ രൗദ്രയായിട്ട് ഒഴുകുന്ന സമയമാണത്. മൺസൂൺ സമയത്ത് മഴ കഴിഞ്ഞ് നല്ല സമയം നോക്കിയാൽ ഞങ്ങൾ പോകുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം വളരെ രൗദ്രയായിട്ട് ഒഴുകുന്ന നദീതീരത്തുള്ള സ്ഥലമാണിത്.
അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉത്തരാഖണ്ഡിലെ കുറെ സ്ത്രീകളിരുന്ന് അവിടെ തന്നെ ബുൾഡോസറും ഇതും JCB എല്ലാം കൊണ്ടുവന്ന് ഈ പാറകൾ പൊട്ടിച്ച് ആ ഡാം പണിയാനുള്ള മെറ്റലും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കി. അപ്പൊ ഈ സ്ത്രീകൾ അവിടെ നിന്നിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ഞങ്ങൾ വടിയും കുത്തി ട്രക്കിംഗ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് വിശ്രമിക്കുകയാണ്. 2 പേര് പുക വലിക്കുന്നുണ്ട്, ഒരു 3 സ്ത്രീകൾ പുക വലിക്കാത്തവരുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്ത് കൂട്ടുന്നത്, കുറച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് വിനയാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. മേഘവിസ്ഫോടനം 2012 ഇത് നടക്കുന്നത്. അപ്പൊ തലേ ദിവസം ഞങ്ങൾ പോയിട്ടുള്ള ഒരു 3 ഗ്രാമങ്ങൾ കംപ്ലീറ്റ് ഒലിച്ചു പോകും. അപ്പൊ ഞങ്ങളിങ്ങനെ കാണുന്നത് മുകളിൽ നിന്ന് മരങ്ങളും കല്ലും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒലിച്ചു വരിക എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാനതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ അതാ വലിയ റിസ്ക്കാണ്. അവരെന്നെ ചീത്ത പറയാണ്, നീങ്ങൂ എന്ന് പറയുമ്പോഴും നമ്മളിത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് സുരക്ഷിതമല്ല. അല്ല ആ സമയത്ത് ഞാൻ ഇത് എടുത്തപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നും നമുക്ക്. അങ്ങനെയാണ് അത് ഒലിച്ചു വരുന്നത്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ഒരു ജഗ്മോഹൻ എന്ന് പറഞ്ഞ അവിടുത്തെ തന്നെ തദ്ദേശവാസിയായിരുന്നു. അയാൾ പറഞ്ഞു, ഇങ്ങനെ അവിടെ തെഹിരി ഡാം വന്ന ശേഷമാണ് ഉത്തരാഖണ്ഡിൽ ഈ കലാമിറ്റീസ് മുഴുവൻ വന്നത്. അതാണ് ഉത്തരാഖണ്ഡിന്റെ പ്രകൃതി വ്യവസ്ഥയെ ശരിക്കും ഉന്മൂലനാശം ചെയ്തത് ഈ തെഹിരി ഡാമാണെന്നാണ് വിശ്വസിക്കുന്നുണ്ട്. അതിൽ എത്രയോ 100-120 ഗ്രാമങ്ങൾ തന്നെ മുങ്ങിപ്പോയി. എത്രയോ ലക്ഷക്കണക്കിന് കന്നുകാലികളും കൃഷിസ്ഥലങ്ങളും. അവരൊക്കെ എന്തൊരു ദേഷ്യം അറിയോ. അവിടെ നിന്ന് നിർത്തും, നല്ല തെഹരി ഡാം കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒന്ന് നിർത്തി 4 ഫോട്ടോ എടുക്കുക പറഞ്ഞാൽ അവര് മനസ്സോടെ നിൽക്കും. ഈ അവശകുനത്തിന്റെ ഫോട്ടോ എടുക്കണ്ടെന്നാണ്. അതാണ് പൊതുവെ ആ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ അവശകുനത്തിന്റെ ഫോട്ടോ എന്തിനാ മാഡം എടുക്കുന്നത്? ഇതാണ് ഞങ്ങളെ തകർത്തത്. ഇപ്പൊ ന്യൂ തെഹരി എന്ന് പറഞ്ഞ പഴയ തെഹരി മുഴുവൻ മുങ്ങിപ്പോയി, ഡാമിൽ ഇല്ല. പണ്ട് കേദാറിലേക്ക് ഉണ്ടായിരുന്ന വഴികളും റോഡുകളും എല്ലാം വെള്ളത്തിന്റെ അടിയിലാണ്. ഇപ്പൊ ന്യൂ തെഹിരിയാണ് അവർ കെട്ടിപ്പൊക്കുന്നത്. പക്ഷെ ഉത്തരാഖണ്ഡിലെ കൃഷിക്ക് ഇതുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രദേശവാസികൾക്കറിയാം ഇത് വിട്ടുപോകുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഒന്നാമത് അവിടുത്തെ ഇത് പ്രകൃതി വ്യവസ്ഥ കണ്ടാൽ തന്നെ അറിയാം. വളരെ ഇതായിട്ടുള്ള പെട്ടെന്ന് ഇടിഞ്ഞ് വരുന്ന വിധത്തിലുള്ള പാറകളും കാര്യങ്ങളും. പണ്ടെന്നെ ഇപ്പൊ നമ്മൾ ഗോമുഖിലേക്കൊക്കെ പോകുമ്പോ ഇങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഒന്നിച്ച് ഇടിഞ്ഞു വരുന്ന നമ്മൾ കാണാം. അപ്പൊ മാറി പോവുക ചെയ്യാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഇതൊക്കെ ചെന്നിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ ഈ യാത്രയിൽ ഞങ്ങളെ സംസാരിച്ച സ്ത്രീകളെല്ലാം 170 പേരെന്ന് മരിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ. വന്ന വഴികളിലാണ് സംഭവിച്ചത്. ഒരു 3 ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ ഈ കാളിശില ഇതിലേക്ക് പോകുന്ന വഴിക്ക് പോയിട്ടുണ്ട്. അവിടെ എങ്ങനെ നിങ്ങളന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയാണ്? ഞങ്ങൾ ആ സമയത്ത് അവിടുന്ന് വിട്ടിട്ട് ഞങ്ങള് ഇവരുടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് വെളുപ്പിനൊരു 3 മണിക്കാണ് അത് കണ്ടു നേരിട്ട്. ആ സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. രാവിലെ നോക്കുമ്പോ വളരെയധികം ഇതിന്റെ പ്രവർത്തനങ്ങളും BRO ആളുകളും റെസ്ക്യൂ ടീമുമായിട്ട് ബഹളമയമാണ് അവിടെ. പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളൊരു പാക്കേജ് പോലെ ടൂർ പ്രോഗ്രാം പോയി 36 ദിവസത്തെ ഒരു യാത്രക്ക് പോയതല്ലേ. പിന്നെ പെട്ടെന്ന് അവര് ഈ വഴിയൊക്കെ ക്ലിയർ ചെയ്തെന്ന് ചെറിയ വാഹനങ്ങൾ വിടും. ഞങ്ങളന്ന് പോകുന്ന സമയത്ത് കുറെ ആളുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. അവസാനം എല്ലാരും പിൻവാങ്ങി. ഇങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. കാരണം ആദ്യം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ ഞങ്ങൾ എന്നുള്ള പ്രയോഗം. ഞങ്ങൾ ആരൊക്കെയാണ്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പഞ്ചകേദാര യാത്രയിൽ ഞങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീകൾ. ബാക്കി എല്ലാവരും പിന്മാറി. ഞങ്ങള് മാത്രം വലിയ വാഹനമല്ല, അതുകൊണ്ട് ഒരു ചെറിയ കാറായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചു എന്ന് തോന്നുന്നു. കാരണം ചെറിയ വഴിയാണെങ്കിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെറിയ വാഹനങ്ങളെ വിടും. അങ്ങനെ ബസ്സുകളൊന്നും പിന്നെ പോവാതെ തിരിച്ചു പോരേണ്ടി വന്നു. ഞങ്ങളിതെല്ലാം പൂർത്തിയാക്കി. പക്ഷെ വേറൊരു പ്രശ്നം വന്നത്, ഞങ്ങൾക്ക് 12 കിലോമീറ്റർ നടക്കേണ്ട സ്ഥാനത്ത് വഴിയെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ 20-23 കിലോമീറ്റർ നടന്നു വരുന്നത്. അതാണ് പലപ്പോഴും ഹിമാലയാത്രയ്ക്ക് ഒരുങ്ങുമ്പോ ഈ പലരും പിന്മാറി എന്ന് പറയുന്നത് ഇതുപോലെ പലരും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തെ, അതായത് ഇങ്ങനെയുള്ള പല അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാവാം. അതിനെയൊക്കെ എന്താ മറികടക്കാനുള്ള ഒരു പ്രേരണ എന്താ? കാരണം പലപ്പോഴും
അനുഭവിച്ചിട്ടുണ്ടല്ലേ അത്? അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു സാഹസികമായ മനസ്സ്, പിന്നെ നമ്മളെ ലക്ഷ്യം ഇതാണെന്ന് വിചാരിച്ചല്ലേ നമ്മൾ പോയത്. അപ്പൊ അതിൽ എത്തിപ്പെടുന്നവരെ എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഹിമാലയത്തിലൊരു മനുഷ്യ സ്പർശമേൽക്കാത്ത നിബിഡമായ വനസ്ഥലം, ഒരുപാട് ദേവന്മാർ പാർക്കുന്നിടം എന്നൊക്കെ നമുക്കൊരു പുരാണ സങ്കല്പമുണ്ട്. ഒരു യാത്രിക എന്ന നിലയിൽ ധാരാളം ഹിമാലയ പ്രദേശങ്ങളിൽ യാത്രിക എന്ന നിലയിൽ ഹിമാലയം വാസ്തവത്തില് പേഴ്സണലി വാസ്തവിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അതിനോട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഹിമാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പൂക്കളുടെ താഴ്വാരം, വാലി ഓഫ് ഫ്ലവേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ അതിശയിച്ചു പോകും. ഇങ്ങനൊരു പ്രകൃതിജന്യമായ പൂന്തോട്ടം അവിടെ നമ്മൾ കാണുകയാണ്, കിലോമീറ്റർ കണക്കിന് കിടക്കും. അതുപോലെ നമ്മള് ധന്വന്തരിയുടെ ഔഷധത്തോട്ടങ്ങൾ, അത് നമ്മൾ കൈലാസ യാത്രയ്ക്ക് പോകുമ്പോൾ ശരിക്കും ആ കാളിദാസൻ പറഞ്ഞിട്ടുള്ള മേഘസന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള റൂട്ട് ബേസ് ചെയ്തിട്ടാണ് ശരിക്കും കൈലാസത്തിലേക്ക് പോകുന്നതെന്ന് തോന്നും. ഓരോ പാദങ്ങളും വെക്കുമ്പോ കാളിദാസൻ പറഞ്ഞിട്ടുള്ള ആ മേഘസന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള വഴിയിൽ കൂടെ തന്നെ നടക്കുകയാണെന്ന് തോന്നും. അപ്പൊ അതില് നമ്മളെ ഈ ധന്വന്തരിയുടെ ഔഷധത്തോട്ടങ്ങളൊക്കെ ഒരു സുത്തുൽപുക്ക് എന്ന് പറഞ്ഞ ലാസ്റ്റ് ലാപ്പിൽ 54 കിലോമീറ്റർ നടന്നിട്ടുള്ള കൈലാസ പരിക്രമണത്തിന്റെ അവസാന സ്റ്റേജാണ്. ആ സമയത്ത് സുത്തുൽപുക്ക് എന്നാണ് ഇപ്പൊ പറയുന്നതിന്. ആ സ്ഥലത്ത് എത്തുമ്പോ ഞങ്ങൾ ചെന്ന്, അത് എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടിയ അപൂർവ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ വിവേകാനന്ദ ട്രാവൽസിന്റെ കൂടെയാണ് പോയത്. ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. അവിടെ നിറയെ ഈ പ്രകാശം പരത്തുന്ന ചെടികൾ എന്നൊക്കെ പറയുന്നത് കേട്ടില്ല, അതെല്ലാം നേരിട്ട് അനുഭവിക്കുകയാണ് നമ്മള്. അങ്ങനെയാണ് ഒരു പുൽക്കൊടി പോലും ഇല്ലാതെ 22,000 23,000 അടി ആൾട്ടിറ്റ്യൂഡ് ഉയരത്തിൽ നിന്ന് ഓക്സിജനും ഇല്ലാതെ -5-6 ഡിഗ്രിയിൽ താഴ്ചയിലുള്ള ടെമ്പറേച്ചറിൽ ഇറങ്ങി വന്ന് നിറയെ പെറും പാറക്കൂട്ടങ്ങളും ഉള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങിയ സരയുവിന്റെ അടുത്തെത്തുമ്പോൾ, സരയു നദിയുടെ അടുത്തെത്തുമ്പോൾ കാണുന്ന ഒരു ചെറിയൊരു പൂങ്കാവനം പോലെ തോന്നും. ഔഷധത്തോട്ടങ്ങള്, അവിടെയുള്ള ലോക്കലായിട്ടുള്ള ടിബറ്റൻസ് ഇതെല്ലാം ഔഷധ ചെടികൾ എടുക്കുന്നത്. ഇതേ ഒരു കാഴ്ച നമുക്ക് രുദ്രനാഥിലേക്ക് പോകുമ്പോഴും കാണാം. അവിടെ നമ്മൾ ഈ അവർ ഞങ്ങളുടെ കൂടെ വരുന്ന ലോക്കൽസ് ആയിട്ടുള്ള പോർട്ടർമാരും നമ്മളെ ബാക്ക് പാക്ക് സാധിക്കണം. അതെ, ഈ നടക്കുമ്പോൾ വേറെ ആരും നമ്മളെടുത്തില്ല, നമ്മളൊക്കെ വടി മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മുടെ വെള്ള കുപ്പികളും ഇതെല്ലാം ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരിങ്ങനെ ഓരോന്നും നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ വജ്രദണ്ഡി അതായി എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരുപാട് ഈവൻ കഞ്ചാവ് വരെ അവിടെ ഉണ്ട്. നാച്ചുറലായിട്ട് വളരുന്നതാണ്, നമ്മളെ ആളുകൾ കൃഷി ചെയ്യുന്ന പോലെയല്ല, ലോക്കൽസിന് അതറിയാം. പിന്നെ ചില ഔഷധ ചെടികൾക്ക് പുറമെ ഞങ്ങളോട് പറയും അത് തുടരുത്, വിഷമുണ്ട്, ചോട്ടു പോരുത്. ചിലതൊക്കെ 1-2 തവണ അറിയാതെ നമ്മളിങ്ങനെ തട്ടി നീക്കുമ്പോ കയ്യിൽ തട്ടിയിട്ട് ഒരു 4-5 മണിക്കൂറോളം വിരലുകൾ മരവിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവര് പിന്നെയും ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞ് ചെയ്യാനിട്ട് പിന്നെ അവര് വേറെന്തോ ഇലകൾ പറിച്ച് അത് കുറെ നേരം അത് നല്ല പോലെ വാടുന്ന വരെ മുറുക്കി പിടിക്കാൻ പറയുകയാണ്, ഇതിന് മറുമരുന്നായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. പിന്നെ ബൂർജ് മരങ്ങള് പണ്ട് അങ്ങനത്തെ കുറെ ഇത് കാണാം. പിന്നെ ഇതിന്റെ എല്ലാം പുറമെ പ്രധാനപ്പെട്ട എല്ലാ നദിയുടെയും ഉത്ഭവസ്ഥാനത്ത് നിന്നാണല്ലോ നമ്മൾ പോകുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഗോമുഖൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം മിടിക്കുന്ന പോലെ എവിടുന്ന് ഇത് വരുന്നു വിചാരിച്ചിങ്ങനെ വരുന്ന, അതിങ്ങനെ വരുമ്പോ വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതിങ്ങനെ ഒഴുകി വയസ്സ് കട്ടകളും കൊണ്ട് ഒഴുകി വന്ന് ഋഷികേശ് ഹരിദ്വാറിലൊക്കെ എത്തുമ്പോ ഗംഗ എന്നായി തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോ ത്രിവേണി സംഗമത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എത്ര വലുതായിട്ടാ കാണുന്നത്. പിന്നെ കൽക്കത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഗംഗയിൽ കപ്പൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. അതുപോലെ സരസ്വതി നദിയുടെ ഉത്ഭവം കാണേണ്ടതാണ്. ഭീമൻ പാഞ്ചാലിക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റക്കൽ പാറയെടുത്തിട്ട് ഭീം പാലിനാണ് അതിന് പറയുന്നത്. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സരസ്വതി നദി കാണുന്നില്ല. അവിടെ അന്തർവാഹിനിയായിട്ട് അളകട കൂടെ വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഇതെല്ലാം നമ്മൾ നേരിട്ടറിയാണ്. അതുപോലെ ബ്രഹ്മപുത്ര ഒഴുകുന്നത് കൈലാസ ഭാഗത്തു നിന്ന് ബ്രഹ്മപുത്ര ആസാമിലൊക്കെ ചില ഭാഗങ്ങൾ 16 കിലോമീറ്റർ വീതിയുണ്ട്, പുരുഷ നദി. അങ്ങനെ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഒന്നാമത് ആദ്യത്തെ യാത്ര എന്റെ ത്രിവേണി സംഗമത്തിൽ നിന്ന് പോകുമ്പോ ഈ 3 നദികളെയും ഒന്നിച്ചു ചേരുന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് ഇത് ഈ 3 നദികളുടെയും ഉത്ഭവസ്ഥാനത്ത് എത്തി ഞാൻ. അപ്പൊ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു വിശാലമായ യാത്രാലോകത്തിലെ ചെറിയ യാത്രാനുഭവങ്ങളെങ്കിലും
ചായക്കൂട്ടിലെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എനിക്ക് ഇനിയും നിരവധി ലോകത്തിൽ കണ്ടെത്താനുള്ള സ്ഥലങ്ങളിലേക്ക് പോവാൻ ആരോഗ്യവും മനഃശക്തിയും തരട്ടെ. തരട്ടെ. നന്ദി. ചായക്കൂട്ടിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നന്ദി അറിയിക്കുന്നു.